സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു പോകുന്ന വഴിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെമ്പരത്തി ചെടി കേട്ടോ. ഇത് എപ്പോൾ പൂത്ത് കണ്ടാലും മോള് പറയും, ബാ അമ്മ നമുക്കിത് പറിക്കാം, നമുക്ക് ചെമ്പരത്തി പറിക്കാം എന്ന് പറയും. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ഇത് വെച്ച് മോക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ ഇത്തവണ വിചാരിച്ചു ഉണ്ടാക്കാമെന്ന് എടുത്തപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം സംഭവം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കൊരു ഹെൽത്തി വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ലപോലെ ആദ്യം കഴുകിയെടുക്കണം കേട്ടോ. അത് അങ്ങനെ ഇട്ട് തിളപ്പിക്കുകയും ചെയ്യാം. ഞാൻ എന്തായാലും ഇതളൊക്കെ ഒന്ന് മാറ്റി ഇടയിൽ വല്ല പ്രാണിയൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് കഴുകിയെടുത്ത് തിളപ്പിച്ചെടുക്കുക. കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വന്ന് ആ ചെമ്പരത്തിയുടെ കളറൊക്കെ മാറുമ്പോൾ ഓഫ് ചെയ്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഞാൻ ഇത്തിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നാരങ്ങ നീര് ഒഴിക്കട്ടോ. അപ്പോഴാണ് ഇത് നല്ല കളർ വരണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കളറുള്ള വെറുതെ സ്ക്വാഷ് വാങ്ങി കൊടുക്കണേക്കാൾ എന്തുകൊണ്ടും ഹെൽത്തി ഒരു വേർഷനാണ് ഇതെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നാരങ്ങ ആഡ് ചെയ്ത് ആവശ്യത്തിന് പഞ്ചസാരയോ തേനോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഞാനിതിൽ നന്നാരിയുടെ സർബത്ത് ഉണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്, അതാട്ടോ ഞാൻ ഒഴിക്കണേ. അപ്പോൾ എനിക്ക് നന്നാരിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ യൂസ് ചെയ്യാം. അതിൻ്റെ അത് വിട്ട് കുറച്ച് ഐസ് വിട്ട് അങ്ങ് കുടിച്ചാണ്ടല്ലോ, എൻ്റെ അമ്മേ ചൂടത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഞാനിപ്പോൾ കളർ ഉള്ളതുകൊണ്ട് തന്നെ അവരും കുടിച്ചോളും. നാരങ്ങ ആയിക്കോട്ടെ എന്താണെന്ന് അറിയില്ലോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആൻഡ് അഭിപ്രായം പറയണേ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.